നെറ്റ്വർക്ക് കേബിൾ വഴി കണക്ട് ചെയ്യാം. നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ പവറും കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓണാവും. അപ്പോൾ പ്രോംപ്റ്റ് വരും, ക്യാമറ ഈ സ്റ്റാർട്ടിംഗ് എന്നും പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് വരും. വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്ക് കണക്റ്റഡ് എന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ അത് നെറ്റ്വർക്കിൽ കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിലാണത് നെറ്റ്വർക്ക് കൊടുക്കുന്നത്. ഒന്ന് നമുക്ക് സിം ഇടാം. സിം ഇടുകയാണെങ്കിൽ ഇതിൽ സിം ഇട്ടാലും നെറ്റ്വർക്ക് 4G നെറ്റ്വർക്ക് കണക്റ്റഡ് എന്നാണ് വരിക. അല്ലെങ്കിൽ ഇതുപോലെ കേബിൾ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും നെറ്റ്വർക്ക് കണക്റ്റഡ് എന്ന് പറയും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാണ്. ഇനി നേരെ നമുക്ക് ആപ്പ് നോക്കാം. ആപ്പ് എങ്ങനെ ചെയ്യണമെന്ന്. നമ്മൾ ഒരു ഇമെയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു ആപ്പ് സെൻഡ് ചെയ്ത ആപ്പ് അനുസരിച്ച് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ആദ്യം നമ്മൾ ആപ്പിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അമർത്തുക. ഇവിടെ കൺട്രി ഓഫ് ഒറിജിനിൽ നമ്മൾ എവിടെയാണോ ഏഷ്യ കണക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒരു വേരിഫിക്കേഷൻ, ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വേരിഫിക്കേഷൻ പോകും. നമ്മൾ അവിടെ പോയിട്ട് ആ വേരിഫിക്കേഷൻ കോഡ് എടുക്കുക. അതിന് സമയം കൊണ്ട് കുറഞ്ഞ സമയം ഉണ്ടാവും. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വേരിഫിക്കേഷൻ കോഡ് എടുക്കുക. അപ്പോൾ അതിൽ ഒരു വേരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് 136-875. അപ്പോൾ അത് ഇവിടെ പോയിട്ട് അടിച്ചു കൊടുക്കുക. 136-875. ഇത് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതാദ്യം ചെയ്യണം. അപ്പോൾ ഓക്കെ. ഇനി നമ്മളൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ 3 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വേണം. അതായത് ഒരു ലെറ്റർ, ഒരു നമ്പർ, പിന്നെ ഒരു എന്തെങ്കിലും ഒരു സിമ്പൽ. ഉദാഹരണത്തിന് ABCD ഉദാഹരണമാണ്. എന്നിട്ട് അറ്റ് കൊടുക്കുക. അറ്റ് കൊടുത്തിട്ട് 1 2 3 4. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം പാസ്വേഡ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ കൊടുക്കണമെന്നല്ല, ഇത് വീക്കാണ് പാസ്വേഡ്. ഇതുപോലെ ആയിരിക്കണം. അപ്പം ലെറ്റർ വേണം, അതുപോലെ തന്നെ സിമ്പൽ വേണം, അതുപോലെ ന്യൂമറിക് ഇതും വേണം. അപ്പോൾ ആ 3 സംഭവം കൂടി മിക്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പാസ്വേഡൊക്കെ കൊടുത്ത് കൺഫേം ചെയ്യുക. കൺഫേം പാസ്വേഡ്. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ. ഇപ്പോൾ രജിസ്റ്റേർഡായി. ഇതിവിടെ സേവ് ചെയ്യുകയും കൂടി ചെയ്താൽ നമുക്ക് ആപ്പിലേക്ക് കയറി. ഈ ആപ്പിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഈ ഒരു സംഭവം ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ആഡ് ക്യാമറ, ഈ ആഡ് ക്യാമറ അടിക്കണം. ഈ ആഡ് ക്യാമറ അടിക്കുമ്പോൾ വൈൽ യൂസിങ് ദിസ് ആപ്പ് ഇത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്കാൻ ചെയ്യാൻ QR കോഡ് കാണിക്കും. QR കോഡ് കാണിക്കുമ്പോൾ നേരെ അടിക്കുക. അല്ലെങ്കിൽ 4G ക്യാമറ എന്ന് അടിച്ചിട്ട് ഇവിടെ പോയിട്ട് സ്കാൻ ചെയ്യുക. 2 തരത്തിൽ ചെയ്യാം. അപ്പോൾ ഇതിനൊരു QR കോഡ് ഉണ്ടാവും. പിന്നെ ഈ ഒരു QR കോഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അടിച്ചു കൊടുക്കുക. ഇതിലേക്ക് അടിക്കുമ്പോൾ അത് ഓൾറെഡി റെഡിയായി. ഇനി ഓക്കെ അടിക്കുക. ഇതെന്താണോ ഹോം, ഓഫീസ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഓഫീസ് 3 ലെൻസ് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു പുതിയൊരു പേര് കൊടുത്ത് സ്മെൽ തെറ്റായിട്ടാവുന്ന വ്യൂ ഡിവൈസ് അടിച്ചാൽ ഡിവൈസ് ഓണായി. ഇതിൽ മൾട്ടി സ്ക്രീൻ ഇങ്ങനെയാണോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പം ഈ ഒരു വെർട്ടിക്കൽ മൾട്ടി സ്ക്രീനിലാണ് സെറ്റ് ചെയ്യുന്നത്. കൺഫേം അടിക്കുക. ഇത് ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ കാൻ എക്സ്പയർ എന്നും പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്, എറർ വരുന്നത്. നമുക്ക് നോക്കാം. ഒന്ന് റീബൂട്ട് ചെയ്യുക. അതായത് സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുക. നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാമറ ഡിവൈസ് ആഡ് ചെയ്താൽ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് വരിക. അപ്പോൾ അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. വ്യൂ കാണാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ക്യാമറയുടെ വിഷ്വലാണ് കാണുന്നത്. അപ്പോൾ നമ്മളിത്
ഏത് ഭാഗത്തേക്കാണോ തിരിച്ചു വെക്കുന്നത് ആ ഭാഗത്തെ വിഷ്വൽ കിട്ടും. അപ്പം നേരെ ഏത് ഭാഗത്തേക്കാണോ തിരിച്ചു വെക്കുന്നത് അതിൻ്റെ വിഷ്വൽ കിട്ടും. അതുപോലെ തന്നെ ഈ ക്യാമറ നമുക്ക് ഇതിലുള്ള സൗണ്ട് കേൾക്കാൻ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിലുള്ള സൗണ്ട് അങ്ങോട്ട് കേൾക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനും വെൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് കോൾ ചെയ്യാം, ഹലോ. അപ്പോൾ കോളും അതിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേണ്ടത് ലൈറ്റ് കൺട്രോളാണ്. ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ലൈറ്റും ഓണാവും. അപ്പോൾ ഇതിൽ എല്ലാ ലൈറ്റും ഓണായിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കുള്ള ക്യാമറയുടെ ലൈറ്റും ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ, അതുപോലെ തന്നെ നമുക്ക് ഇമേജ് സെറ്റിങ്സ് ഫുൾ കളറാണെങ്കിൽ ഫുൾ കളർ, അതായത് നൈറ്റും ഡേയും ഫുൾ കളറായിരിക്കും. ഓട്ടോയിൽ കൊടുത്താൽ നൈറ്റിൽ, ഒരു മിനിറ്റ് ഞാനത് ഓഫാക്കട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് PTZ ക്യാമറയിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈവൻറ്റ് ഇൻസൈറ്റ്സ് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മിറർ ചെയ്യണമെങ്കിൽ, ഇപ്പം നേരെ തല കുത്തനെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആക്കേണ്ട ആവശ്യമൊക്കെ വഴിയാണെങ്കിൽ ഇൻവേർഷൻ ക്ലിക്ക് ചെയ്യാം. ബാക്കിയുള്ളത് PTS മോഷൻ ട്രാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആൾ വരുമ്പം അതിനനുസരിച്ച് ക്യാമറ റൊട്ടേറ്റ് ചെയ്തോളും. മെയിൻ ക്യാമറ എന്തെങ്കിലും മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യോളും. അലാറം എന്ന് പറഞ്ഞ് നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലാറം നമുക്ക് ഇതിൽ ഇതാക്കാനും പറ്റും. ആൾക്കാർ വരുമ്പോൾ അലാറം അടിയുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്ലേ ബാക്ക് കാര്യങ്ങളൊക്കെയാണ്. പ്ലേ ബാക്കിന് ഇവിടെ ജസ്റ്റ് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേബാക്കിന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. തലേ ദിവസത്തോ എത്ര ദിവസത്താണ് പ്ലേ ബാക്ക് എന്ന് വെച്ചാൽ ഇതെവിടെയാണോ, ഇപ്പം ടുഡേ ആണെങ്കിൽ ടുഡേ, ഇപ്പം ഇതിലുണ്ടാവില്ല, ഇത് മൈക്രോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്നത് ടൈം ലൈനാണ് 12:20. അതിങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസത്തെ ഇത് കാണാൻ പറ്റും. അത് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഡേറ്റ് മാറ്റണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലോഡിംഗ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡേറ്റ് ഏത് ഡേറ്റാണ് വേണ്ടതെന്ന് ഉള്ളത് കിട്ടും. ഇതിൻ്റെ ഡേറ്റ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടില്ല, ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ആക്റ്റീവായിട്ട് കാണും അവിടെ. പിന്നെ ഉള്ളത് നമ്മൾ നേരിട്ട് ലൈവിലേക്ക് പോയി. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ലൈറ്റും ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. ബാക്കിയുള്ളത് ഓരോന്നും എല്ലാ ഫീച്ചേഴ്സും പറയാൻ പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. റെക്കോർഡിങ് നമുക്ക് ആവശ്യമുള്ള റെക്കോർഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ആക്കിയിട്ട് അലോ ആക്സസ് കൊടുക്കണം, എല്ലാത്തിനും ഡൺ കൊടുക്കുക. എന്നിട്ട് റെക്കോർഡിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് ആവും. അത് മൊബൈലിലേക്ക് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും, അത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈലിലേക്ക് സേവായി ഇത്രയും റെക്കോർഡിങ്. അപ്പോൾ അത്രയാണ് കാര്യങ്ങളുള്ളത്. പിന്നെ ഇത് പ്രശ്നങ്ങൾ ആൾക്കാർ പറയണത് ഒരു എത്രയോ ഡിവൈസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ ഡിവൈസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അല്ല, ഈ ഒരു ഡോട്ടിൽ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷെയർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഷെയറിൽ നമുക്ക് കൺട്രോൾ ഫുള്ള് കൊടുക്കാം. വ്യൂ മാത്രമാണെങ്കിൽ അത് കൊടുക്കാം. അലോ കൺട്രോൾ കൊടുത്തിട്ട് എല്ലാ കൺട്രോളും കൊടുക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് കൺഫേം അടിക്കുക. കൺഫേം അടിക്കുമ്പോൾ ഐ നോ എന്നുള്ളത് വരും. ഈ ഒരു QR കോഡ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ട ഈ QR കോഡ് സേവ് ചെയ്യുക. സേവ് ചെയ്താൽ മൊബൈലിലേക്ക് വരും. എന്നിട്ട് ഇത് ഷെയർ ചെയ്യേണ്ട ഡിവൈസിൽ പോയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഷെയർ ചെയ്യേണ്ട എവിടെയാണോ അവർക്ക് അയച്ചു കൊടുക്കുക. അവരിപ്പം പുതുതായിട്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക, അതിൽ ക്യാമറ ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ ആഡ് ക്യാമറ അടിച്ചിട്ട് ഇതിൽ ആഡ് ക്യാമറ എന്ന് വരുമല്ലോ, ആഡ് ക്യാമറ അടിച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ഇതിൽ സേവ് ചെയ്ത് വെച്ച QR കോഡ് എടുത്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് വരും.
അപ്പോൾ ഇത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇത് വരും. അപ്പോൾ നമ്മളത് സേവ് ചെയ്യുക, അത്രേ വേണ്ടൂ വേറെ യൂസർ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതേ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ വേറെ മൊബൈലിൽ അടിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ എപ്പോഴും ഷെയർ ചെയ്ത് യൂസ് ചെയ്യുക. ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മൊബൈലിൽ ഈ ഒരു ക്യാമറ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും.